നമസ്കാരം, സിനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന എന്നാൽ വളരെ രുചികരമായ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ് ഇത്. നമുക്കാദ്യം അരി കുതിർത്ത് വെക്കാം. ബസ്മതി റൈസ് ഒരു 2 കപ്പ് നമുക്ക് കുതിർത്ത് വെക്കാം. ഈ കപ്പിൻ്റെ അളവിനാണ് ഞാൻ ഇവിടെ അരി അളന്നെടുത്തിരിക്കുന്നത്. അരി നന്നായിട്ടൊന്ന് കഴുകി അത് ഒരു 30 മിനിറ്റ് കുതിരാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു 4 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ, പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളിൽ ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അരി കുതിരാൻ വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞ് അതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് ഒരു 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് അരിക്ക് നമ്മളിവിടെ 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് നമ്മുടെ അരി ഇതിലേക്കിടാം. ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് സിമ്മിലേക്ക് തീ ആക്കിയ ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളൊന്ന് നമ്മുടെ അരി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒരുമാതിരി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അരി വെന്ത് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് മീൻ വറക്കാൻ ആവശ്യമായിട്ടുള്ള അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മീൻ അങ്ങ് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് കുക്കാവണ്ട, നല്ല പുറമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. നമുക്ക് ഈ സൈഡൊന്ന് മറിച്ചിടാം. എന്നിട്ട് മറുവശവും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിനി മീനിൻ്റെ മസാല ഉണ്ടാക്കുന്നത് ഇതേ എണ്ണയിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് എണ്ണ നമുക്കങ്ങ് കളയാം. എന്നിട്ട് സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രം എടുത്താൽ മതി. ഈ എണ്ണയിലേക്ക് നമുക്ക് 1 കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സവാളം കൂടെ ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണല്ലോ. അങ്ങനെ ഇച്ചിരി ഉപ്പിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സവാള പകുതിയായി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി അതിങ്ങനെ മെൽറ്റ് ആവുന്ന പരുവാവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 നുള്ള ജീരകപ്പൊടി ഇവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. മല്ലിയിലയും കൂടെ നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് അതിനോടൊപ്പം ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് നമ്മൾ ഇനിയും ചേർക്കാനുള്ളത്. തേങ്ങാപ്പാലിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഈ മസാലയിലേക്കിട്ട് അതിൻ്റെ മുകളിൽ മസാല കൊണ്ട് മൂടി അടച്ചു വെച്ച് നമ്മൾ സിം തീയിൽ വെച്ച് കുറച്ച് നേരം വേവിക്കണം. മീൻ കഷ്ണങ്ങളുടെ മുകളിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മീൻ കഷ്ണം കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാലയൊന്ന് പൊതിഞ്ഞ് എല്ലായിടത്തും മസാല എത്തുന്ന പോലെ ഈ മീനിനെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം. നമുക്കിനി ഇതിനെ സിം തീയിൽ വെച്ച് അടച്ചു വെച്ചൊരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനിയും അതിനെ ഒന്ന് തിരിച്ചിടാം. ഓരോ മീനിനെയും ഒന്ന് തിരിച്ചിട്ട് അപ്പുറത്തെ വശവും നമുക്കിതുപോലെ മസാലയിൽ പൊതിഞ്ഞ് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇതുപോലൊന്ന് വേവിച്ചെടുക്കണം. ഈ മീൻ മറിച്ചിടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മറിച്ചിടാൻ. കാരണം ഇത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നമുക്ക് തിരിച്ചിടാം. എന്നിട്ടിനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ മസാലയൊന്ന് തേച്ച് വെച്ച് അടച്ചു വെച്ച് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ഫിഷ് മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ റൈസിനോടൊപ്പം നിരത്തി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തുനിന്നൊരു പകുതി റൈസ് അങ്ങ് മാറ്റാം. എന്നിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ്റെ മുകളിലേക്കാണ് നമ്മൾ നമ്മുടെ ഈ മീനും അതിൻ്റെ മസാലയും എല്ലാം കൂടെ ഒന്ന് നിരത്താൻ പോകുന്നത്. ഒരു 1/4 കപ്പ് പാലിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന പകുതി ഭാഗം അരിയുടെ മുകളിൽ നമുക്കിതൊന്ന് തളിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ റൈസിന് നല്ല കളറ് കിട്ടും. അല്പം നെയ്യും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അല്പം മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മുടെ ഈ മീനിൻ്റെ മസാലയും കൂടെ ഇതിന് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന പകുതി ഭാഗം അരി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കങ്ങ് നിരത്തിയെടുക്കാം. ഇനി ഈ റൈസിൻ്റെ മുകളിലും നമുക്ക് ഈ മഞ്ഞളും പാലും കൂടെ ചേർത്ത് വെച്ചിരുന്ന ആ മിശ്രിതം ഈ റൈസിൻ്റെ മുകളിലും നമുക്കൊന്ന് വിതറി കൊടുക്കാം. അല്പം നെയ്യും കൂടെ തൂവിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം മല്ലിയിലയും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് തൂവി കൊടുക്കാം. ഹായ്, നമ്മുടെ ഫിഷ് ബിരിയാണി റെഡിയായി. ഫിഷ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക്, share and subscribe to our channel. Now take care and bye bye.